ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവത്ഗീത ധ്യാനയോഗഃ. ശ്ലോകം 31. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോऽഭി സയോഗീ മയി വർത്തതേ. അർത്ഥം: പരമാത്മാവും താനും ഒന്നു തന്നെ എന്ന ബോധ്യം വന്നിട്ട് സർവാന്തര്യാമിയായ എന്നെ ഭജിക്കുന്ന യോഗി എല്ലായ്പ്പോഴും എന്നിൽ തന്നെ ജീവിക്കുന്നു. ശ്ലോകം 32. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോ അർജുന സുഖം വായതി വാ ദുഃഖം സയോഗി പരമോ മതഃ. അതായത്, അർജുന, സകല ജീവരാശികളുടെയും സുഖവും ദുഃഖവും സ്വന്തം സുഖദുഃഖങ്ങളായി കണ്ട് സമഭാവനയോടെ വർദ്ധിക്കുന്ന യോഗി ശ്രേഷ്ഠനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്ലോകം 33. യോ അയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വസ്ഥിതിം സ്ഥിരം. അർത്ഥം: അർജുനൻ പറഞ്ഞു, ഭഗവൻ, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗമാർഗം പ്രായോഗികമല്ലെന്നും ചഞ്ചലചിത്തനായ എനിക്കിത് സ്വീകരിക്കാൻ കഴിയുകയില്ലെന്നും ഞാൻ കരുതുന്നു. ഈ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്തിടത്തോളം കാലം അത് ദുഃഖങ്ങളെ വിട്ട് സുഖങ്ങളിലേക്ക് പാഞ്ഞു പോകും. അപജയം അത് ഇഷ്ടപ്പെടുകയില്ല, അപമാനം സഹിക്കാൻ അതിന് കഴിയുകയുമില്ല. സുഖോഷ്ണവും സുഖശീതവും ഈ ശരീരത്തിനു വേണ്ടി അത് അന്വേഷിക്കും. ആ സ്ഥിതിക്ക് അങ്ങ് ഉപദേശിച്ചു തന്ന ഈ യോഗം ഞാൻ എങ്ങനെ സ്വാംശീകരിക്കാനാണ്? ശ്ലോകം 34. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അർത്ഥം: കൃഷ്ണ, മനസ്സ് ചഞ്ചലമാണ്, കരുത്തേറിയതാണ്, പ്രക്ഷുബ്ധമാണ്. അതിനെ നിയന്ത്രിക്കുന്നത് കാറ്റിനെ കയറുകൊണ്ട് കെട്ടി നിർത്താൻ ശ്രമിക്കുന്നത് പോലെ ദുസ്സാധ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഭഗവൻ, മനസ്സിന്ദ്രിയങ്ങളെ വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചിട്ട് അവയ്ക്ക് പിന്നാലെ ആവേശത്തോടെ പാഞ്ഞു നടക്കുന്നു. ഈ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് സദാഗതിയായ വായുവിനെ ബന്ധിക്കുന്നത് പോലെ ദുഷ്കരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്ലോകം 35. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. അർത്ഥം: അർജുന, നിയന്ത്രണത്തിന് എളുപ്പത്തിൽ വഴങ്ങാത്ത ഈ ചഞ്ചലമായ മനസ്സിനെ അടക്കി നിർത്തുക പ്രയാസമാണ്. നിരന്തരമായ പരിശീലനം കൊണ്ടും ലൗകിക വിഷയങ്ങളോടുള്ള വിരക്തി കൊണ്ടും അത് സാധിക്കാം. ഭഗവൻ അരുളി ചെയ്തു, അർജുന, നീ പറഞ്ഞത് തികച്ചും ശരിയാണ്. മനസ്സിനെ നിയന്ത്രിക്കുക തികച്ചും ദുസ്സാധ്യമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ചാഞ്ചല്യം മനസ്സിന്റെ നൈസർഗിക സ്വഭാവമാണ്. പക്ഷേ വൈരാഗ്യത്തെ ആലംബമാക്കി യോഗ പരിശീലനം നടത്തിയാൽ മനസ്സിനെ സുസ്ഥിരമാക്കാൻ കഴിയും. പ്രീതി തോന്നുന്ന വിഷയത്തിൽ സ്ഥിരമായി നിൽക്കുന്ന സ്വഭാവം മനസ്സിനുണ്ട്. അതുകൊണ്ട് പരമാത്മൈക്യത്തിൽ നിന്നുണ്ടാകുന്ന പരമാനന്ദത്തിന്റെ രുചി മനസ്സിന് അനുഭവവേദ്യമാക്കി കൊടുത്താൽ തുടർന്നും മനസ്സ് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊള്ളും. ശ്ലോകം 36. അസം യദാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മദിഹ വശ്യാത്മനാ തു യദദാ ശക്യോ അവാപ്തു മുപായദഃ. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് യോഗം നേടാൻ എളുപ്പമല്ല. പക്ഷെ നിരന്തരമായ അഭ്യാസവും ലൗകിക വിഷയങ്ങളോട് വിരക്തിയും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ്. ആ വഴിക്ക് പരിശ്രമിച്ചാൽ യോഗം നേടാനും കഴിയും. ശ്ലോകം 37. അയതി അശ്രദ്ധയോപേതോ യോഗാചലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അർത്ഥം: അർജുനൻ ചോദിച്ചു, ഭഗവൻ, ഒരുവൻ ഭക്തനായ യോഗമാർഗത്തിൽ കുറെയൊക്കെ പ്രയത്നിച്ചിട്ട് മനസ്സിന്റെ ചാഞ്ചല്യ നിമിത്തം ലൗകിക വാസനകളിൽ കുരുങ്ങി വഴിതെറ്റിപ്പോയാൽ അവൻ എന്തു സംഭവിക്കും?
ഭഗവൻ, ഒരു സാധകൻ ആദ്യഘട്ടത്തിൽ ശ്രദ്ധയോടുകൂടി കുറെ കാലം യോഗമാർഗത്തിൽ പ്രവർത്തിച്ചിട്ട് മനസ്സിന്റെ അസ്ഥിരതയ്ക്ക് കീഴടങ്ങി ലൗകിക ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനിടയായാൽ അയാൾക്ക് പരമാനന്ദം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഭൗതിക ജീവിതവും ഏറെക്കുറെ നഷ്ടമായി. ആ സ്ഥിതിയിൽ അയാളുടെ ഗതി എന്താകും? അയാൾക്ക് മോചനമാർഗം എങ്ങനെ ലഭിക്കും? ശ്ലോകം 38. ഖച്ചിന്നോ ഭയവിഭ്രഷ്ടഃ ഛിന്നാഭ്രമിവ നശ്യതി അപ്രദിഷ്ടോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പദി. അർത്ഥം: ഭഗവൻ, ഭൗതിക സുഖങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് അനുഭവിക്കാതെയും അതീന്ദ്രിയാനന്ദം നേടാനാകാതെയും പരമപദപ്രാപ്തിക്കുള്ള മാർഗത്തിൽ പകുതി വഴിയെത്തി സ്ഥിരപ്രതിഷ്ഠ നേടാനാകാതെ പോകുന്ന സാധകന്റെ ഗതി എന്താണ്? അവൻ പൂർണ്ണമായി നശിച്ചു പോവുകയില്ലേ? 39. ഏതന്മേ സംശയം കൃഷ്ണ ചേതുമർഹസ്യ ശേഷദഃ ത്വദന്യഃ സംശയസ്യാസ്യ ചേതാന ഹ്യുപപദ്ധ്യതേ. അർത്ഥം: ഭഗവൻ, ഇതാണ് എന്റെ സംശയം. അങ്ങ് ഇതിന് നിവൃത്തിയുണ്ടാക്കി തരണം. ഇത്തരം സംശയങ്ങൾക്ക് സമാധാനമരുളാൻ കഴിവുള്ള മറ്റാരെയും ഞാൻ കാണുന്നില്ല. അങ്ങേക്ക് മാത്രമേ ഇതിന് പരിഹാരം അരുളാൻ കഴിയൂ. കൃഷ്ണ, ഈ സംശയം എന്റെ മനസ്സിനെ വല്ലാതെ പീഡിപ്പിക്കുന്നു. ഇതിന് പരിഹാരം കണ്ടെത്താൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ഉറച്ച ആസ്തിക്യ ബുദ്ധിയുള്ള ഒരുവൻ യോഗ പരിശീലനത്തിനു തയ്യാറാകാതെ മുക്തി നേടാൻ ആഗ്രഹിച്ചാലോ? വിശ്വാസത്തിന്റെ പിൻബലത്തോടെ ഇന്ദ്രിയ വിഷയങ്ങളെ ബഹിഷ്കരിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിച്ചാലോ? അവന് ലക്ഷ്യം നേടാൻ കഴിയുന്നില്ല. ഭൗതിക ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കും അയാൾക്ക് വിജയപ്രദമാകുന്നില്ല. അങ്ങനെ 2 മാർഗങ്ങളും അയാൾക്ക് നഷ്ടപ്പെടുന്നു. ഇടയ്ക്ക് വെച്ചു ദേഹാവസാനവും ആയിപ്പോയെന്നിരിക്കട്ടെ. ഭക്തിമാർഗത്തിൽ ഉറച്ചു നിന്നു ലൗകിക ജീവിതത്തെ ഒഴിവാക്കിയ വ്യക്തിക്ക് ഭൗതിക സുഖങ്ങൾ ലഭിച്ചില്ല. ലക്ഷ്യമായിരുന്ന പരമാത്മപ്രാപ്തി കൈവന്നതുമില്ല. ഈ വിധത്തിൽ 2ഉം നഷ്ടപ്പെട്ടവന്റെ സ്ഥിതി എന്തായിത്തീരും ഭഗവാനെ? ശ്ലോകം 40. ശ്രീ ഭഗവാനുവാച പാർത്ഥനൈവേഹനാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താദ ഗച്ഛതി. അർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തു, അർജുന, ലോകക്ഷേമകരങ്ങളായ കാര്യങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആത്മജ്ഞാനിക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ദോഷമുണ്ടാകുന്നില്ല. നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദോഷമുണ്ടാകുകയേയില്ല. ശ്രീമദ് ഭഗവത്ഗീത പാരായണം ശ്രവിക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമത്രേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗത്തിലെ 40 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്ത് കഴിഞ്ഞത്. ബാക്കി ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ.